ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതും ഒരു മൂന്നാർ പോയപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ പോയ ഒരു വീഡിയോ ആണ്. ഞാൻ കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു. എനിക്കൊന്നും എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡൗട്ടും കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയാതെ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അറിഞ്ഞ കുറേ കാര്യങ്ങൾ തെറ്റുമായിരുന്നു. ഞങ്ങൾ ചില വീഡിയോസും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കി ചെന്നപ്പോൾ അതൊന്നും ചില കാര്യങ്ങളൊന്നും അതിലൊന്നും പറയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് വട്ടവട ഫോറസ്റ്റ് ഏരിയ ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടെയാണിത്. ഞങ്ങൾ പോയത് വട്ടവട ഫോറസ്റ്റ് ഏരിയയിലേക്കായിരുന്നു. ഈ സ്ഥലത്തേക്ക് നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നങ്ങളാണ്, അപ്പോൾ നിങ്ങൾക്കതൊന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഫസ്റ്റത്തെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, വട്ടവടയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പോകണം. അവിടെ 5:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പിന്നെ എൻട്രി ഉണ്ടാവില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 4:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് അവർ മുന്നേ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ റിസ്കിൽ തന്നെ. ഞങ്ങൾ കാറിലാണ് പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ കടത്തി വിട്ടത്. ബൈക്കിൽ പോവുകയാണെങ്കിൽ എന്തായാലും 5 മണി കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി നിങ്ങൾക്ക് അനുവദിക്കില്ല. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളൊരു 4:50 പോയി. ഞങ്ങളോട് പറഞ്ഞു 6 മണിക്കുള്ളിൽ നിങ്ങൾ പുറത്തെത്തുന്ന രീതിയിൽ നിങ്ങൾ പോയി തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും, അതാണ് അവർ പറഞ്ഞത്. നിങ്ങൾ അവിടെ പോയിട്ട് 6 മണിക്കുള്ളിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റേ ചെയ്യേണ്ടി വരും അവിടെ തന്നെ. നിങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു വിടും, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം ടൈമാണ്. 6 മണിയാണ് അവിടെ ക്ലോസിങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 6 മണിക്ക് പോയി തിരിച്ച് അവിടെ എത്തണം. അപ്പോൾ എത്ര മണിക്ക് ഇവിടുന്ന് പോകണം എന്ന് നിങ്ങൾ ആലോചിക്കണം. അവിടെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും എൻട്രി നേരെ വൈകി ചെന്നാൽ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റേ ഇഷ്ടം പോലെ ഉണ്ട് സ്റ്റേ. പിന്നെ പറയാനുള്ളത്, അവിടെ ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോറസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ നമ്മൾ പറയല്ലോ, ഈ ഒരു ഡയലോഗ് പറയില്ലേ, ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ, അതുതന്നെയാണ് അവിടുത്തെ അവസ്ഥ. ഞങ്ങൾ പോയപ്പോൾ ലക്കിലി ഞങ്ങൾക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റി. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായത്. അതിൻ്റെ സൈസ് തന്നെ ഭയങ്കര വലിയ വലിയ സൈസുള്ള കാട്ടുപോത്തുകളുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പോകുന്ന വണ്ടിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. പിന്നെ ഹോൺ അടിക്കാൻ പാടില്ല, വണ്ടി നിർത്താൻ പാടില്ല. നമ്മൾ അവിടെ കുറേ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മളോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നത്. ഹോൺ അടിക്കരുത് എന്ന് പറയുന്നത് അവിടുത്തെ ആനിമൽസിനും അതിനൊക്കെ നമ്മളായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അത് നമുക്ക് തന്നെ തിരിച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു എഡ്യൂക്കേഷൻ സെൻറ്റർ, അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ പോയപ്പോൾ അതാണ് കണ്ടത്. ഞങ്ങളൊരു 10 കിലോമീറ്റേഴ്സ് പോയിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു ഇതിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു 5:30 കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും തിരിച്ച് ഞങ്ങൾ അതിൻ്റെ എൻട്രി പ്ലേസിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. വഴി നല്ല വഴിയാണ്, അതുകൊണ്ട് ആ പ്രശ്നമില്ല. പിന്നെന്താ, ഞങ്ങൾ തിരിച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ബൈക്കിൽ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈക്കിൽ എന്തായാലും പോയി കഴിഞ്ഞാൽ കടത്തി വിടില്ല. നേരം വൈകി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസാണ് അതിൻ്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഭയങ്കര വലിയ കാടൊക്കെ കാണുമ്പോൾ ചെറുതായിട്ടൊക്കെ നമുക്ക് പേടിയാവും. എന്നുവെച്ചാൽ ഭയങ്കര ശരിക്കും നല്ലൊരു വനപ്രദേശമാണ് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് സ്റ്റേ ചെയ്യാം. സൂപ്പർ സ്റ്റേക്കേഷൻസാണ് അതിൻ്റെ അകത്തുള്ളത്. മൂന്നാർ പോയി കഴിഞ്ഞാൽ നിങ്ങളപ്പോൾ ഒരിക്കലും മിസ്സാവാതെ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വട്ടവട എന്ന് പറയുന്നത്. ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ഒരു അണ്ടറിലുള്ളൊരു സ്ഥലമാണ്.
നിങ്ങൾക്ക് കാട്ടിലൂടെയൊക്കെ ഉള്ള യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടൈമും പിന്നെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ജേണി ആയിരിക്കും നിങ്ങൾക്ക് കാട്ടിലൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ബൈ.